ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഗംഭീരമായ ചാപ്റ്റർ അടിപൊളിയായിട്ടാണ് നമ്മൾ പഠിച്ചു തീർത്തു കഴിഞ്ഞു, ശരിയല്ലേ? എന്നാൽ ആ ചാപ്റ്ററിൽ നിന്ന് ചില പരീക്ഷകളിൽ മാത്രം ചോദിക്കുന്ന ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് വളരെ നിസാരമായി തന്നെ ചുരുങ്ങിയ സമയത്തിനകത്ത് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ എന്റെ മക്കള് കാണുന്നത് 2023 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ചോദിച്ച ആ ചോദ്യമാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, അതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക. 5 മാർക്കിനാണ് മക്കളെ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ 5 മാർക്കാണ് നമ്മുടെ കൈവിട്ട് പോകാൻ പോകുന്നത്. സോ ക്രിസ്മസ് പരീക്ഷയിൽ ഒരിക്കലും ആ ഒരു പിഴവ് എന്റെ മക്കൾക്ക് സംഭവിക്കരുത്. സോ അതിനാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 മാർക്കിന്റെ ചോദ്യം കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ ചോദ്യം എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ അല്ല, എന്നാൽ ചില പരീക്ഷകളിൽ മാത്രം ഇവൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നതും വലിയ മാർക്കിനാണ്. ഉദാഹരണം 5 മാർക്കിനാണ് ഈ ചോദ്യം ചോദിക്കുക. സോ ഇവനെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്, ഇവന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്, അതും വളരെ നിസ്സാരമായി തന്നെ. സോ അതിലോട്ടാണ് കടക്കാൻ പോകുന്നത്. സോ ഗൈസ്, വി ആർ മൂവിംഗ്. സോ ശ്രദ്ധിക്കുക, എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? നേരിട്ട് ഡെറിവേഷൻ പഠിക്കുന്നതിന് മുമ്പ് അതിന്റെ കൺസെപ്റ്റ് എന്റെ മക്കൾക്ക് നന്നായി തന്നെ മനസ്സിലായിരിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. സോ എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ, ഒരു വസ്തുവിനെ, ഒരു മാസിനെ നമുക്ക് എവിടെ നിന്നാണ്, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു വസ്തുവിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യണം, അതിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. ഞാൻ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളാം. ഇവിടെ ഒരു വസ്തുവുണ്ട്, ഇതിന് ചുറ്റും ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ട് ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ മറ്റൊരു മാസിനെ കൊണ്ടുവരികയാണ്. സോ അതിന് ഞാൻ എത്രത്തോളം വർക്ക് ചെയ്യണം? ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ മാസ് ഫ്രം ഇൻഫിനിറ്റി ടു എ particular point of the gravitational field of another body. മറ്റൊരു വസ്തുവിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ടാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാനൊരു മാസിനെ കൊണ്ടുവരുന്നത്. അതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന വർക്കാണ് അതിനകത്ത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? കാര്യം വൃത്തിയായി ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായില്ലടാ? മനസ്സിലായി എന്ന് എനിക്കറിയാം. സോ ഇനി നമുക്ക് എന്തിലോട്ട് കിടക്കാം? അതിന്റെ ഡെറിവേഷനിലോട്ട് കിടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്. ഇതിൽ ഈ ചിത്രം എന്റെ മക്കൾ കാണുന്നുണ്ടല്ലോ, ഈ ചിത്രം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ചിത്രം നിങ്ങൾ എന്തായാലും വരച്ചിരിക്കണം. ചിത്രം വരയ്ക്കാതെ ഒരടി ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ചിത്രം അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻറ്റ് ആണ് മക്കളെ. എന്നാൽ ചിത്രത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ആ ഇംഗ്ലീഷ് കാണുന്നുണ്ടല്ലോ, അത് അതുപോലെ പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്റെ മക്കളുടെ ഭാഷയിൽ ഈസും വാസും വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി. ദാറ്റ്സ് ഇനഫ്, റൈറ്റ്? സോ നമുക്ക് ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കാം, എന്താണ് ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം. മക്കളെ, ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണ്? നമ്മുടെ ഭൂമിയാണ്. ആ ഭൂമിയുടെ റേഡിയസ് എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. ആ ഭൂമിയുടെ മാസ് എന്താണ്? ക്യാപിറ്റൽ എം ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ? നമ്മുടെ ഭൂമിയുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, നമ്മുടെ ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ എം ആണ്. അത് നമുക്കറിയാം. സോ നമ്മുടെ ഇവിടെ പർപ്പസ് എന്ന് പറഞ്ഞു വെച്ചാൽ, നോക്കണം, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു മാസിനെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡായ എയിലോട്ട് കൊണ്ടുവരും. ക്ലിയർ അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റ് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് ഉള്ളത്. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അതാണ് നമ്മുടെ പർപ്പസ്, അതാണ് നമ്മൾ ഈ ഡെറിവേഷനിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു മാസിനെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, റൈറ്റ്? അത് ആദ്യം മനസ്സിൽ തന്നെ ഒന്ന് ഉറപ്പിച്ചു വെക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് ഭൂമിയുടെ സെന്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെയാണ്. അടുത്തത് മറ്റേ 2 പോയിന്റുകൾ കൂടിയുണ്ട്, പിയും ക്യൂവും. പി എന്ന് പറയുന്ന പോയിന്റ് ഭൂമിയുടെ സെന്ററിൽ നിന്ന് x ദൂരം അകലെയാണ്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് പിയിൽ നിന്ന് dx ദൂരം അകലെയാണ്. ഇത്രയും കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക കേട്ടോ. സോ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? നമ്മുടെ ഭൂമി കാണാൻ പറ്റുന്നുണ്ട്. ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ എം ആണ്, ഭൂമിയുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഇത്രയും കാര്യം ഓക്കെയാണ്. സോ ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ് ഭൂമിയുടെ സെന്ററിൽ നിന്ന് 6 ദൂരം അകലെയാണ്. മറ്റൊരു പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട്, പി എന്ന് പറയുന്നത്. അത് ഭൂമിയുടെ സെന്ററിൽ നിന്ന് x ദൂരം അകലെയാണ്. പിയുടെ തൊട്ടടുത്തായിട്ട് മറ്റൊരു പോയിന്റ് കൂടി കാണാൻ പറ്റുന്നുണ്ട്, ക്യൂ എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് പിയിൽ നിന്ന് dx ദൂരം അകലെയാണ്. അങ്ങ് മുകളിൽ ഇൻഫിനിറ്റിയും എന്റെ മക്കൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഈ പറയുന്ന പടം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്തിലോട്ട് കിടക്കാം? ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് കിടക്കാം. സമാധാനത്തോടെ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകത്തുള്ളൂ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. സോ ആദ്യം എന്ന് പറഞ്ഞാൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ബോഡി അറ്റ് എ പോയിന്റ് P is given by. നമുക്ക് നേരിട്ട് ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലോട്ട് ഒരു വസ്തുവിനെ കൊണ്ടുവരാനുള്ള വർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അതിനാൽ തന്നെ നമ്മൾ ആദ്യം ചെറിയ വർക്കാണ് കണ്ടുപിടിക്കുന്നത്. ചെറിയ വർക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു മാസിനെ ശ്രദ്ധിക്കുക എല്ലാവരും. സോ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു മാസിനെ
പിയിൽ നിന്ന് ക്യൂവിലോട്ട് കൊണ്ടുവരാനുള്ള വർക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്നിട്ടാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലോട്ട് കൊണ്ടുവരാനുള്ള വർക്ക് കണ്ടുപിടിക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കുഞ്ഞു വർക്ക് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പി ടു ക്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഒരു മാസ് എം എന്ന് പറയുന്ന മാസ് എവിടെയാണുള്ളത്? പിയിലാണുള്ളത്. സോ ആ പിയിലുള്ള മാസിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? പി എന്ന് പറയുന്ന പോയിന്റിൽ എം എന്ന് പറയുന്ന മാസ് ഇരിപ്പുണ്ട്. സോ ഭൂമി ആ എം എന്ന് പറയുന്ന മാസിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും മക്കളെ? നമുക്കത് എഴുതാലോടാ. വളരെ ലളിതമായ ചോദ്യമല്ലടാ. സോ എന്താണ്? എഫ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ഭൂമിയും ആ വസ്തുവും തമ്മിലുള്ള ദൂരം എത്രയാണ്? അത് എക്സ് ആണ്. സോ ഡിവൈഡഡ് ബൈ എന്ത് വരും? എക്സ് സ്ക്വയർ. ഇത് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇതാണ് ഭൂമി ആ എം എന്ന് പറയുന്ന മാസിൽ കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? റൈറ്റ്. അടുത്തത്, ഇഫ് ദ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം പി ടു ക്യൂ ദ വർക്ക് ഡൺ DW ഈസ്. ആ മാസ് പിയിൽ നിന്ന് ക്യൂബിലോട്ട് ഡിസ്പ്ലേസ് ആയി. സോ അതിന് ചെയ്യേണ്ട വർക്ക് DW എത്രയാണ്? അതിനുള്ള വർക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയണം. DW സ്മോൾ വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവരുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താ മക്കളെ? പിയും ക്യൂവും തമ്മിലുള്ള ദൂരം എത്രയാണ്? DX ആണ്. സോ എഫ് ഇൻറ്റു എന്ത് എഴുതാം? DX എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായില്ലേ? കുഞ്ഞു വർക്ക് അല്ലേ? സോ ഫോഴ്സ് ഇൻറ്റു കുഞ്ഞു ദൂരം എന്താണ്? DX ആണ്. ഫോഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ DW ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? GMM ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു DX. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ എന്തായിട്ട് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. സോ പിയിൽ നിന്ന് ക്യൂബിലോട്ട് ആ മാസിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് പിയിൽ നിന്ന് ക്യൂബിലോട്ടാണോടാ മക്കളെ ആ ബോഡിയെ കൊണ്ടുവരേണ്ടത്? ആ മാസിനെ പിയിൽ നിന്ന് ക്യൂബിലോട്ടാണോ കൊണ്ടുവരേണ്ടത്? അല്ല, നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടാണ്? നമുക്ക് അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലോട്ട് കൊണ്ടുവരാനുള്ള ടോട്ടൽ വർക്കാണ് അതിനകത്ത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഈ ചെറിയ വർക്കാണ്. ഈ ചെറിയ വർക്കിൽ നിന്ന് എങ്ങനെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ വി ഹാവ് ടു ഇന്റഗ്രേറ്റ്. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ നമ്മൾ ഇന്റഗ്രേഷനിലോട്ട് കിടക്കുവാണ്. ശ്രദ്ധിക്കുക മക്കളെ, ഇന്റഗ്രേഷനിലോട്ട് കിടക്കുവാണ്. സോ ഇന്റഗ്രൽ ഓഫ് DW ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് GMM ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു DX. ഇനി എന്റെ മക്കള് തന്നെ പറയണം, എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുക? ആ വസ്തുവിനെ എവിടെ നിന്ന് എങ്ങോട്ടാ കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലോട്ടാ കൊണ്ടുവരുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ് സെന്ററിൽ നിന്ന് എത്ര ദൂരം അകലെയാണ്? എ എന്ന് പറയുന്ന പോയിന്റ് സെന്ററിൽ നിന്ന് 6 ദൂരം അകലെയാണ്. സോ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ. നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം? ഇൻഫിനിറ്റിയിൽ നിന്ന് 6ലോട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിലൊരു തർക്കവുമില്ല കേട്ടാ. ക്ലിയർ അല്ലേ? സോ DWന്റെ ഇന്റഗ്രേഷൻ എന്താണ്? W ആണ്, ടോട്ടൽ വർക്കാണ്. ഈ ഇന്റഗ്രേഷനുള്ള കോൺസ്റ്റന്റ് ടേംസിനെ പുറത്തെടുക്കാടാ. സോ ഇതൊക്കെ കോൺസ്റ്റന്റ്, G കോൺസ്റ്റന്റ് ആണ്, 2 മാസുകളും കോൺസ്റ്റന്റ് ആണ്. സോ ലിമിറ്റ് ഇൻഫിനിറ്റി ടു R 1/x² dx. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇതിലൊരു സംശയമില്ലാലോ? എന്റെ മക്കൾക്കില്ലാലോ? വൃത്തിയായി മനസ്സിലായില്ലേ? ഇനി ഞാനൊരു കാര്യം പറയട്ടടാ, ഒന്ന് ശ്രദ്ധിക്കടാ. 1/x² നമുക്ക് എങ്ങനെ എഴുതാം? x പവർ ഓഫ് -2 എന്ന് എഴുതാലോടാ. 1/x² എങ്ങനെ എഴുതാം? x പവർ ഓഫ് -2 എന്ന് എഴുതാലോടാ. ഒരു പ്രശ്നമില്ലാലോടാ മക്കളെ. സോ അതുപോലെ ഞാൻ റീപ്ലേസ് ചെയ്യുവാണ്. W ഈക്വൽ ടു GMM ഇന്റഗ്രൽ ഓഫ് ഇൻഫിനിറ്റി ടു R x പവർ ഓഫ് -2 dx. ഇക്വേഷൻ നമ്പർ 5. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു സംശയവും ഇല്ലാലോടാ. ഇനി നമ്മൾ പ്യുവർലി ഇന്റഗ്രേഷനിലോട്ട് കിടക്കുവാണ്. അതിനു മുമ്പ് ഇന്റഗ്രേഷന്റെ ബേസിക് സ്റ്റെപ്പുകൾ എന്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ നോക്കടാ. എക്സ് പവർ ഓഫ് n dx. ഇന്റഗ്രൽ ഓഫ് എക്സ് പവർ ഓഫ് n dx എന്ന് പറഞ്ഞാൽ എക്സ് പവർ ഓഫ് n+1 ഡിവൈഡഡ് ബൈ n+1 ആണ്. ക്ലിയർ? ഇതാണ് ജനറൽ ഫോർമാറ്റ്. ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ പറഞ്ഞുതരാം. ഇന്റഗ്രൽ ഓഫ് x³ dx എന്ന് പറഞ്ഞാൽ എക്സ് പവർ ഓഫ് 3+1 ഡിവൈഡഡ് ബൈ 3+1 ആണ്. ഇന്റഗ്രൽ ഓഫ് x² dx എന്ന് പറഞ്ഞു വെച്ചാൽ എക്സ് പവർ ഓഫ് 2+1 ഡിവൈഡഡ് ബൈ 2+1 ആണ്. ഇന്റഗ്രൽ ഓഫ് x dx എന്ന് പറഞ്ഞാൽ എക്സിന്റെ മണ്ടയ്ക്ക് 1 ആണ്. സോ എക്സ് പവർ ഓഫ് 1+1 ഡിവൈഡഡ് ബൈ 1+1 ആണ്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായി? ഇങ്ങനെയാണ് ബേസിക് ഇന്റഗ്രേഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എക്സ് പവർ ഓഫ് -2 dx അല്ലടാ. എക്സ് പവർ ഓഫ് -2 dx അല്ലേ? അപ്പൊ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം മക്കളെ? അപ്പോൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? W ഈക്വൽ ടു GMM എക്സ് പവർ ഓഫ് -2 dx എന്തായിരിക്കും മക്കളെ? എക്സ് പവർ ഓഫ് -2+1 ഡിവൈഡഡ് ബൈ -2+1. ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി ടു R. ക്ലിയർ അല്ലേ? ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ
6. ഇതുവരെ വൃത്തിയായി മനസ്സിലായില്ലേ? ഒരു തരി സംശയം എന്റെ മക്കൾക്ക് ഇതിനകത്തില്ലാലോ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? റൈറ്റ്, ഓക്കെ. അടുത്ത കാര്യം ശ്രദ്ധിക്കണം, അടുത്ത കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി അടുത്ത് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. W = GMM എക്സ് പവർ ഓഫ് -2 എന്താ മക്കളെ? എക്സ് പവർ ഓഫ് -1 ഡിവൈഡഡ് ബൈ -1. എക്സ് പവർ ഓഫ് -1 ഡിവൈഡഡ് ബൈ എന്ത് വരും? -1 എന്ന് വരും. ക്ലിയർ? ഇൻഫിനിറ്റി ടു R. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 7. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എഗെയിൻ ഒരു സംശയവും എന്റെ മക്കൾക്കില്ല, അടിപൊളിയായി മനസ്സിലായില്ലടാ. ഇനി അടുത്ത കാര്യം, ഈ -1 നമുക്ക് എന്ത് ചെയ്യാം? -1 നമുക്ക് പുറത്തോട്ടിടാം. സോ എന്ത് വരും? W = -GMM എക്സ് പവർ ഓഫ് -1 ഇൻഫിനിറ്റി ടു R. ഇക്വേഷൻ നമ്പർ 8. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ. ഒന്നുമില്ല, താഴെയുള്ള -1 ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടു. എക്സ് പവർ ഓഫ് -1 എഗെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പവർ ഓഫ് -1 ഇതേ ഫോർമാറ്റിൽ പറയുവാണെങ്കിൽ എക്സ് പവർ ഓഫ് -1 1/x = എക്സ് പവർ ഓഫ് -1 ആണ്. സോ എക്സ് പവർ ഓഫ് -1 എങ്ങനെ എഴുതാം? 1/x നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. സോ W = -GMM എക്സ് പവർ ഓഫ് -1 1/x ലിമിറ്റ് ഇൻഫിനിറ്റി ടു R. ക്ലിയർ അല്ലേ? ഇക്വേഷൻ നമ്പർ 9, 9ാമത്തെ ഇക്വേഷൻ. അടിപൊളിയായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോടാ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമാണ് പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സോ W = ആദ്യം ഏത് ലിമിറ്റ് ആണ്? അപ്പർ ലിമിറ്റ് ആണ്. സോ -GMM അപ്പർ ലിമിറ്റ് എന്താ മക്കളെ? അപ്പർ ലിമിറ്റ് R ആണ്. സോ എക്സിന് പകരം R കൊടുക്കുക, 1/R മൈനസ് ലോവർ ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. സോ -1/∞. കാര്യം മനസ്സിലായോ? ആദ്യം എക്സിന് പകരം അപ്പർ ലിമിറ്റ് ആയി R കൊടുക്കുന്നു, മൈനസ് എക്സിന് പകരം ലോവർ ലിമിറ്റ് ആയി ഇൻഫിനിറ്റി കൊടുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അറിയേണ്ടതാണ്, 1/∞ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്, മൊട്ടയാണ്. റൈറ്റ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. സോ ഇത് ഇക്വേഷൻ നമ്പർ 10 ആണ് കേട്ടോ. ക്ലിയർ? ഇനി അടുത്തത് 1/R -0 എന്ന് വരും. സോ അത് 1/R ഈക്വൽ അല്ലേ? സോ W = -GMM ഇൻറ്റു എന്ത് വരും മക്കളെ? 1/R എന്ന് വരും. ഓർ എൽസ് W = -GMM ഡിവൈഡ് ബൈ എന്ത് എഴുതാം? R എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. സാർ ഇപ്പൊ കണ്ടുപിടിച്ചത് എന്താണ്? വർക്ക് ഡൺ അല്ലേ സാറേ? ഇതെങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആവുക? ഞാൻ എന്റെ മക്കളോട് ഇനീഷ്യലി പറഞ്ഞ കാര്യമാണ്, ഇൻഫിനിറ്റിയിൽ നിന്നൊരു പോയിന്റിലോട്ട് കൊണ്ടുവരാനുള്ള വർക്കാണ് അതിനകത്ത് എന്തായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതിനാൽ ഇതിനെ തന്നെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ U = എന്ത് എഴുതാം? -GMM/R എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇതെന്റെ മക്കൾക്ക് അറിയണം, ഇത് നിങ്ങൾ പഠിക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ് കേട്ടോ. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്? ഇനി ഒരു കാര്യം കൂടി പഠിക്കേണ്ടതുണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വളരെ നിസ്സാരമായി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ട് കൊണ്ടുവരുവാണ്. അതിനാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു മാസിനെയല്ല, മറിച്ച് യൂണിറ്റ് മാസിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. It is the work done to bring a unit mass from infinity to a particular point in the gravitational field. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് മാസിനെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, ആ വർക്കിനെയാണ് എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സിംപ്ലി റീപ്ലേസ് ദി ഇക്വേഷൻ. ശ്രദ്ധിക്കുക, U = -GMM/R ആയിരുന്നു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന് V ആണ് പറയുക. സോ വിയുടെ പ്രത്യേകത എന്താണ്? യൂണിറ്റ് മാസ് ആണ്. സോ എമ്മിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. സ്മോൾ എമ്മിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. കാരണം നമ്മൾ കൊണ്ടുവരുന്നത് യൂണിറ്റ് മാസിനെയാണ്. സോ എമ്മിന്റെ വാല്യൂ 1 കൊടുക്കുക. സോ എന്ത് വരും ഇക്വേഷൻ? മൈനസ്, ശ്രദ്ധിക്കുക, ഇക്വേഷൻ എന്താ വരിക മക്കളെ? -GM/R. ദാറ്റ്സ് ഇറ്റ്. -GM/R. അതായത് നമ്മുടെ സ്മോൾ എമ്മിന് പകരം എന്ത് കൊടുക്കുക? 1 കൊടുത്താൽ മാത്രം മതി. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സോ എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ഇത് രണ്ടിനെ പറ്റിയും വ്യക്തമായ ഐഡിയ കിട്ടിയില്ല മക്കളെ. ഇത് രണ്ടും ഡിറൈവ് ചെയ്യുന്നതിനാണ് 5 മാർക്കിന് പരീക്ഷകളിൽ ചോദിക്കുന്നത്. അടിപൊളി ചോദ്യമാണ്. ഇനി ഈ ചോദ്യം ചോദിച്ചാലും എന്റെ മക്കൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ വൃത്തിയായി തന്നെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ഈ വീഡിയോന്റെ ഫീഡ്ബാക്കുകളും കമന്റുകളും ഉറപ്പായും കമന്റ് ബോക്സിൽ ഇടാം. സോ ടേക്ക് കെയർ, ബൈ.